നമസ്കാരം. നീണ്ട 41 ദിവസത്തെ ആശങ്കകൾക്ക് ഒടുവിൽ വിരാമം. അതായത് പശ്ചിമേഷ്യയിൽ പ്രഖ്യാപിക്കപ്പെട്ട താൽക്കാലിക വെടിനിർത്തലിനെ ഇന്ത്യ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. മേഖലയിൽ കഴിഞ്ഞ ഒരു മാസമായി അടുത്ത സംഘർഷങ്ങൾ രൂപപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഒരുവിധം സംഘർഷങ്ങൾ താൽക്കാലികമായി നിർത്തലാക്കിയത്. മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്കുള്ള ശുഭസൂചനയാണെന്നും സംഘർഷം ലഘൂകരിക്കാനുള്ള നീക്കങ്ങൾക്ക് അതീവ താൽപര്യത്തോടെയാണ് നിരീക്ഷിക്കുന്നതെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. രാജ്യാന്തര വ്യാപാര പാതയായ ഹോർമൂസ് കടലെടുക്ക് എത്രയും വേഗം പഴയ സ്ഥിതി പുനഃസ്ഥാപിക്കണമെന്നും സുഗമമായ ഗതാഗതം ഉറപ്പാക്കണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം. മേഖലയിലെ സമാധാനം ആഗോള സമ്പദ് വ്യവസ്ഥയിലെ സുരക്ഷയ്ക്കും അനിവാര്യമാണെന്നും ഇന്ത്യയുടെ വിലയിരുത്തൽ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 2 ആഴ്ചത്തെ വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നതായി ഇറാൻ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ രൂപപ്പെട്ട ഈ ധാരണ പ്രകാരം തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ സൈന്യത്തിന്റെ മേൽനോട്ടത്തിൽ ഉടൻ തന്നെ തുറന്നുകൊടുക്കുമെന്നും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജി വ്യക്തമാക്കിയിരുന്നു. ലോകം വലിയൊരു യുദ്ധഭീതിയിൽ നിൽക്കെ നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറന്നു കൊണ്ടുവന്ന ഈ പ്രഖ്യാപനം രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ ആശ്വാസം നൽകുന്നതാണ്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ അഭ്യർത്ഥനയും ചർച്ചകൾക്കായി അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളും പരിഗണിച്ചാണ് ഈ തീരുമാനമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. 2 ആഴ്ചത്തെ ഈ വെടിനിർത്തൽ കാലയളവിനുള്ളിൽ സായുധ സേനയുടെ ഏകോപനത്തിലൂടെ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും സുരക്ഷിതമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാൻ മുന്നോട്ട് വെച്ച 10 നിർദ്ദേശങ്ങളുടെ പൊതുവായ ചട്ടക്കൂട് അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറായ പശ്ചാത്തലത്തിലാണ് ഈ നയതന്ത്ര വിജയം സാധ്യമായത്. ഈ 2 ആഴ്ചത്തെ സാവകാശം ഉപയോഗിച്ച് ഇറാനുമായി ഒരു അന്തിമ കരാറിലെത്താനാണ് ട്രംപ് ഭരണകൂടം ലക്ഷ്യം വെക്കുന്നത്. മാസങ്ങളായി തുടരുന്ന സംഘർഷത്തിന് അന്ത്യം കുറിക്കാൻ ഈ വെടിനിർത്തൽ കരാർ സഹായിക്കുമെന്നാണ് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങളുടെ വളരെ മുന്നോട്ട് വെക്കുന്ന പ്രതീക്ഷ. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, ഫീൽഡ് മാർഷൽ അസീം മുനീർ എന്നിവരുമായി നടത്തിയ ചർച്ചകൾക്കു ശേഷമായിരുന്നു ഇത്തരമൊരു തീരുമാനമെടുത്തതെന്ന് ട്രംപ് തന്റെ സോഷ്യൽ മാധ്യമമായ അതായത് സാമൂഹ്യ മാധ്യമമായ സോഷ്യലിലൂടെ വ്യക്തമാക്കി. ട്രൂത്ത് സോഷ്യലിലൂടെ ഇറാനെതിരായി നടത്തിയിരുന്ന ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ പാക് നേതൃത്വങ്ങൾ അഭ്യർത്ഥിച്ചു എങ്കിലും ഹോർമൂസ് കടലിടുക്ക് ഉടൻ തന്നെ തുറന്നു കൊടുക്കുവാൻ ഇറാൻ തയ്യാറാണെങ്കിൽ 2 ആഴ്ചത്തേക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ തനിക്ക് യാതൊരുവിധ മടിയുമില്ലെന്നും താൻ സമ്മതിക്കുന്നു എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഇറാനെതിരായ സൈനിക നീക്കത്തിനുള്ള സമയപരിധി 2 ആഴ്ചത്തേക്കാണ് നീട്ടണമെന്ന് നേരത്തെ ട്രംപിനോട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അഭ്യർത്ഥിച്ചിരുന്നു. ഈ അഭ്യർത്ഥന മുഖവിലക്കെടുത്താണ് ഇപ്പോൾ ഈ നിലപാടുകൾ വ്യക്തമാക്കിയത്. ഹോർമൂസ് കടലിടുക്ക് 2 ആഴ്ചത്തേക്ക് തുറന്നു കൊടുക്കണമെന്ന് അദ്ദേഹം ഇറാനോട് ആവശ്യപ്പെടുകയും നയതന്ത്ര ചർച്ചകളിലൂടെയുള്ള യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ എല്ലാ കക്ഷികളും 2 ആഴ്ചത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ താൽക്കാലികമായ വെടിനിർത്തൽ അല്ലെങ്കിൽ ഒരു സമാധാനം എന്നൊരു സന്ദേശം ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്നത്.